വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പാഠമാണ്. SCERT ക്ലാസ് 5-ലെ സോഷ്യൽ സയൻസിലുള്ള ലാസ്റ്റത്തെ ചാപ്റ്ററാണ് നിയമവും സമൂഹവും എന്ന് പറയുന്നതാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിയമം എന്നാണ് പറഞ്ഞു വരുന്നത്. തുടക്കമാണ് കേട്ടോ പറയുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇനിയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയ കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിയമവും സമൂഹവും എന്നാണ് പേര്. എന്താണ് നിയമം എന്ന് പറയുന്നത്? സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് എന്താണ്? അനിവാര്യമാണ് അല്ലേ? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് എന്തെന്ന് പറയുന്നത്? നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. മനുഷ്യർ എന്ന് പറയുന്നത് സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി കൂടിയിട്ടുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നിയമം പാലിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് അല്ലേ? ഇനി ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്ക് മേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ മാത്രമല്ല സംരക്ഷിക്കേണ്ടത്, നിയമം വഴി എന്തൊക്കെയാണ്? പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടണം. അങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മങ്ങളെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പാലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പരിഗണിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു നിയമം അവിടെ ആവശ്യമായിട്ട് വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എന്ത് വരുന്നത്? നിയമങ്ങൾ വരുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിന് എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകും. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും. അതിനാൽ നിയമലംഘനം എന്താണ്? ശിക്ഷാർഹമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി നിയമങ്ങൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുണ്ട്. സാമൂഹിക വഴക്കങ്ങൾ എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ പിന്തുടർന്ന് പോരുന്ന ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതും പോരാണ് നമ്മൾ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ അല്ലെങ്കിൽ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെയൊക്കെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലിഖിതമായിട്ട് എഴുതിപ്പെട്ടിട്ടുള്ള ഒരു നിയമങ്ങളല്ല അതെന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ കാണപ്പെടുന്ന കുറച്ച് നിയമങ്ങളായിരിക്കും. കുറേ വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും. ഇതിനെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് അല്ലേ? പണ്ടെന്ന് വെച്ചാൽ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളില്ല. അപ്പോൾ അതൊക്കെ സാമൂഹിക വഴക്കങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഇനി ഇവ പൊതുവെ കൃത്യമായിട്ട് എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് മുതലേ തന്നെ കുറേ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നിയമങ്ങൾ. പക്ഷേ പുതിയതായിട്ട് വന്നപ്പോൾ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ വേണ്ടാത്ത കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ കളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം അതെന്താണ്? എഴുതപ്പെട്ടതല്ലല്ലോ. ഓക്കെ. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അല്ലേ? നിയമസഭകൾ വഴിയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് രാഷ്ട്രപതി പാസ്സാക്കി, ലോകസഭ രാജ്യസഭ ഒക്കെ പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കി, അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്ന് നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ നിയമനിർമ്മാണ സഭകൾ ഗവൺമെൻറ്റുകളാണ് സാധാരണ നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അതും പോരാതെ പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും എന്തുണ്ട്? നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, അതുപോലെ പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശ
നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടൊക്കെയാണ് നിയമങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെയാണ് പൊതുജനാഭിപ്രായം ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കൂട്ടിയിട്ട് നമ്മളുടെ അഭിപ്രായം കൂടെ കൂട്ടിയിട്ട് എന്തുണ്ടാക്കാറുണ്ട്, പാർലമെൻറ്റ് നിയമം പാസ്സാക്കാറുണ്ട്. അതും പോരാതെ കോടതി വഴിയും നിയമം പാസ്സാക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ്, കേരളത്തിലാണെങ്കിൽ കേരള നിയമനിർമ്മാണ സഭയാണ് രൂപീകരിക്കുന്ന നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ ഇങ്ങനെ കുറച്ച് സിമ്പിൾസ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കുക, ഏത് വാഹനം ഓടിക്കുന്നവരെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി നിയമവും സൈബർ ലോകവും. സൈബർ തട്ടിപ്പ് കൂടുതലായി നടക്കുന്നുണ്ട് അല്ലേ, ഈ കാലഘട്ടത്തിലൊക്കെ സൈബർ തട്ടിപ്പ് നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിവരസാങ്കേതിക നിയമം, വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത് എന്താണ്? വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമങ്ങളെയാണെന്ന് പറയുന്നത് വിവരസാങ്കേതിക വിദ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ ചെയ്തിരിക്കുന്നത്, വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ്, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. 2000-ലാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം വന്നത്. അതെന്ന് വെച്ചാൽ പല ഓൺലൈൻ തട്ടിപ്പുകളിലെ ഗെയിമുകൾ വഴിയോ അല്ലെങ്കിൽ ആപ്പുകൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ വഴിയോ ഒക്കെ കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യ നിയമം എന്ന് പറയുന്നത്. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങളും നിലവിലുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമം എന്താണ്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത് 2005-ലാണ് വിവരാവകാശ നിയമം വരുന്നത്. ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഉദ്ദേശങ്ങൾ എന്താണ് വിവരാവകാശത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിനെയാണ് വിവരാവകാശം എന്ന് പറയുന്നത്. 2005 ഒക്ടോബർ 12-നാണ് നടപ്പിലാക്കുന്നത്? വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് കുട്ടികളും അവകാശങ്ങളും എന്ന് പറയുന്നത്? കുട്ടികൾക്കും പലതരം അവകാശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ കുറേ നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ തന്നെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നിവയൊക്കെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും നിയമങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇനി ബാലവേല നിരോധന നിയമം എന്ന് പറയുന്നത് 1986-ലാണ് ബാലവേല നിരോധന നിയമം വന്നത്. 1986-ലാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. ബാലവേല നിരോധന നിയമം നിലവിൽ വന്നതെന്നാണ് 1986-ലാണ്. അതിൽ പറയുന്നത് എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. ഇനി വിദ്യാഭ്യാസാവകാശ നിയമം എന്താണ്? വിദ്യാഭ്യാസാവകാശ നിയമം 2009-ലാണ് വന്നത്. എന്നാൽ വിദ്യാഭ്യാസാവകാശം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 മുതലാണ്. വിദ്യാഭ്യാസാവകാശ നിയമം 2009-ലാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നതാണ് വിദ്യാഭ്യാസാവകാശ നിയമം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസാവകാശ നിയമം 2009 പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു. ഇനി എന്താണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 2 കമ്മീഷൻസ് ഉണ്ട് ബാലാവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. ദേശീയ തലത്തിലുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുണ്ട്. ഇനി ബാലനീതി നിയമം 2015, അധികം കേട്ടുപരിചില്ലാത്ത പേരാണ് അല്ലേ. ബാലനീതി നിയമം 2015-ലാണ്. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് 2015-ൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത്? ജൂൺ 12-നാണ് ബാലവേല വിരുദ്ധ ദിനം. നവംബർ 20-നാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20-നാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20-ന്. ജൂൺ 12-നാണ് ലോക ബാലവേല വിരുദ്ധ ദിനം.
ഇനി പോക്സോ ആക്ട് 2012 പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. പോക്സോ ആക്ട് എന്നാ നിലവിൽ വന്നത് 2012 ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് നടപ്പിലാക്കിയത്? 2012 പോക്സോ ആക്ട് നടപ്പിലാക്കിയത്. ഇനി എന്താണ് നിയമവാഴ്ച എന്ന് പറയുന്നത്? വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമം ഉറപ്പാക്കി അതുപോലെ തന്നെ അതിന് തുല്യ സംരക്ഷണം അനുഭവിച്ചിട്ട് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളെയാണ് പറയുന്നത് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇനി തർക്കപരിഹാര സംവിധാനങ്ങളുണ്ട് അല്ലേ? കോടതിയൊക്കെ തർക്കപരിഹാര സംവിധാനങ്ങളാണ്. അപ്പം സുപ്രീം കോടതി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ എന്താണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള ഹൈക്കോടതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അവിടുത്തെയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. എവിടെയാണ് ആസ്ഥാനം? എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിലായിരുന്നു സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയാണ് ഏറ്റവും വലുതെന്നല്ലേ ഇന്ത്യയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഹൈക്കോടതി വരും, ജില്ലയിലാണെങ്കിൽ ജില്ലാ കോടതികൾ വരും, അതിന് താഴെ എന്തുണ്ട്? കീഴ്ക്കോടതികൾ ഉണ്ട്. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, എല്ലാവരും പഠിക്കുക. ഈ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.